Good morning, my dear students. Once again, welcome back to our online class. Today, we are going to start a new chapter, लोक गीत. Chapter 14, लोक गीत. आज के क्लास में हम पढ़ेंगे. What is लोक गीत? लोक गीत means folk song. നാടൻ പാട്ട്, അത് നാടോടി പാട്ടുകൾ, നാടൻ പാട്ടുകൾ. This chapter written by भगवती चरण उपाध्याय. लोक गीत क्या है? लोकगीत सीधे जनता के संगीत, दैट मीन्स आम जनता की साधारणക്കാരുടെ പാട്ട്. घर गाँव और नगर की जनता के गीत है. वे विशेष अवसरों और त्योहारों पर गाए जाते हैं. विशेष അവസരങ്ങളിലും ഉത്സവങ്ങളിലുമൊക്കെ പാടുന്ന നാടൻ പാട്ടുകൾ. इनके गाने वाले अधिकतर गाँव के लोग हैं. ഇത് പാടുന്നതും കൂടുതൽ ഗ്രാമീണരാണ്. वे बाजों की मदद के बिना, അതായത് വലിയ ഉപകരണങ്ങളൊന്നും, അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് സാധാരണ ഒരു ഡോലക്ക് ഇല്ലെങ്കിൽ ഒരു ബാംസുരി ഇല്ലെങ്കിൽ കൈകൊട്ടി ഒക്കെ പാടുന്നതാണ് ഈ ലോകഗീത്. ഓക്കെ, വി ക്യാൻ ഗോ ടു ചാപ്റ്റർ. लोकगीत अपनी लोक ताजगी और लोकप्रियता में राष्ट्रीय संगीत से भिन्न है, शास्त्रीय संगीत से भिन्न है. ശാസ്ത്രീയ സംഗീതവുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ലോകഗീതിനെന്ന് പറഞ്ഞാൽ. ഈ നാടൻ പാട്ടുകൾക്ക് ശാസ്ത്രീയ സംഗീതവുമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട്. ലോകഗീത് സീത ജനതാക്കെ സംഗീത, അത് സാധാരണക്കാരായ ആളുകളുടെ ഒരു പാട്ടാണ് ഫോക്ക് സോങ്. ഗർ ഗാവ് അവർ നഗർക്കി ജനതാക്കെ ഗീത് ഹേ, നഗരത്തിലെയോ അല്ലെങ്കിൽ ഗ്രാമത്തിലെയൊക്കെ സാധാരണക്കാരായ ജനങ്ങളുടെ പാട്ട്. उनके लिए साधना की ज़रूरत नहीं होती, ഇതിനു വേണ്ടി ഒരു പ്രത്യേകിച്ച് പ്രാക്ടീസിൻ്റെ ഒന്നും ആവശ്യമില്ല. त्योहारों और विशेष अवसरों पर ये गाए जाते हैं, വിശേഷപ്പെട്ട അവസരങ്ങളിൽ, അതായത് എന്തെങ്കിലും ഫങ്ഷൻസിൻ്റെ ഒക്കെ ടൈമിൽ അല്ലെങ്കിൽ ഉത്സവങ്ങളുടെയൊക്കെ സമയത്താണ് ഇത് പാടുന്നത്. सदा से ये गाए जाते रहे और इनके रचने वाले भी अधिकतर गाँव के लोग ही है. ഇത് എഴുതുന്നത് പോലും സാധാരണക്കാരായ മനുഷ്യരാണ്, ഇതിൻ്റെ രചയിതാക്കൾ പോലും. സ്ത്രീയോം ने भी इनकी रचना में विशेष भाग लिया है, സ്ത്രീകളും ഇതിൻ്റെ ഈ സാധാരണ നാടൻ പാട്ടുകളുടെ ഗാനരചനയിൽ മുൻപന്തിയിലാണ്. ये गीत बाजों की मदद के बिना या साधारण ढोलक छांच करताल बांसुरी आदि की मदद से गाया जाता है. ഇത് വലിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട്, അതായത് വയലിനും പിന്നെ ഗിറ്റാർ അങ്ങനെയുള്ള ഒന്നുമില്ലാതെ ഒരു സാധാരണ ഒരു ഡോലക്ക് ഇല്ലെങ്കിൽ ഹാർമോണിയം പിന്നെ ഓടക്കുഴൽ ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് പാടുന്നത്. ഏക സമയത ജബ് ശാസ്ത്രീയ സംഗീതಕ್ಕೆ സാമനെ ഇൻകെ ഹേ സമച്ച ജാതാ ഥാ, ഒരു കാലഘട്ടത്തിൽ ഇത് ശാസ്ത്രീയ സംഗീതത്തിനോടൊപ്പം തന്നെ ഇതിനും ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. അബി ഹാൽ തക് ഇൻകി ബേഡി ഉപേക്ഷാക്കി ജാത്തി थी, ഇപ്പോൾ ഇത് ഒരുപാട് ഇതിനെ ആൾക്കാർ ശ്രദ്ധിക്കാതെയും ഒക്കെ വരികയാണ്, അതിനെ ഉപേക്ഷിച്ച ഒരു മട്ടാണ്. पर इधर साधारण जनता की ओर जो लोगों की नसर बिरी है तो साहित्य और कला के क्षेत्र में भी परिवर्तन हुआ है. ഇപ്പോൾ സാഹിത്യവും പിന്നെ കലയിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഈ നാടൻ പാട്ടുകളുടെ രീതിയിലും മാറ്റങ്ങൾ വന്നിരിക്കുന്നു. अनेक लोगों ने विविध बोलियों के लोक साहित्य और लोकगीत के संग्रह पर कमर बांधी है और इस प्रकार के अनेक संग्रह तब तक प्रकाशित भी हो गए हैं. നാടൻ പാട്ടുകളുടെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ അത് ശേഖരിച്ച് ചിലരൊക്കെ അത് നാടൻ പാട്ടുകളെല്ലാം ശേഖരിച്ച് അത് പുസ്തകത്തിൽ രൂപത്തിലൊക്കെ ഇറക്കിയിട്ടുണ്ട്. ലോകഗീതോം കെ കൈ പ്രകാർ ഹെ, വിവിധ തരത്തിലാണ് നാടൻ പാട്ടുകൾ. ഇൻകാ ഏക പ്രകാർ തോ ബഡാ ഹി ഓജസ്വി और सजीव है. यह इस देश के आदिवासियों का गीत है. मध्य प्रदेश, दक्कन, छोटा नागपुर में खोंडा घाट, ओराम मुठान, ഭീൽ സംതാൾ ആദി പൈലെ ഹുയെ ഹെ, അതായത് ആദിവാസികളാണ് മധ്യപ്രദേശിലെ ഡെക്കാനിലെ ചോട്ടാ നാഗ്പൂരിലെ ആദിവാസികളായ ഖോണ്ടാഘാട്ട്, ഒറാം മുണ്ട, ഭീൽ, സംതാൾ, ഈ പറയപ്പെടുന്ന ഈ ആദിവാസി സമൂഹത്തിനൊക്കെ ഉള്ള പ്രധാനപ്പെട്ട അവർക്ക് പ്രത്യേക തരത്തിലുള്ള നാടൻ പാട്ടുകളുണ്ട്. ജിൻമേം ആജ് ബി ജീവൻ നിയമോം കി ജക്കട്ട് में बंधा ना सका और निर्दर्द लहराता है. इनके गीत और नाच अधिकतर साथ साथ और बड़े बड़े दलों में गाए और नाचे जाते हैं. അവരുടെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അവരൊരു ഗ്രൂപ്പായിട്ട്, അവരൊറ്റയ്ക്കല്ല, അവരൊരു ഗ്രൂപ്പായിട്ട് നൃത്തം ചെയ്ത് പാടുകയാണ് ചെയ്യുന്നത്. 20-30 ആത്മിയോം और औरतों का दल एक साथ या एक दूसरे के जवाब में गाती है, दिशाएं गूंज उठती है.
ഒരു 20ഓളം പേര് അല്ലെങ്കിൽ 30ഓളം പേര് ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് പരസ്പരം ചോദ്യം ചോദിച്ച് അതിന് ആൻസർ പറഞ്ഞ് ആ ഒരു രീതിയിലുള്ള പാട്ടുകളാണ് അവരുടെ ഇടയിൽ പ്രചരിതമായിട്ടുള്ളത്. പഹാഡിയോം കെ അപ്പനെ അപ്പനെ ഗീതിഹെ, അതായത് ഗിരിനിവാസികൾ, പർവ്വത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും അവരുടേതായ फोक सॉन्ग्स ഉണ്ട്. उनके अपने अपने भिन्न रूपों में होते हुए भी अशास्त्रीय होने के कारण उनमें अपनी एक जमान भूमि है. गढ़वाले, किन्नौर, गमगढ़ आदि के अपने अपने गीत है. ഈ 3 വിഭാഗം ഗഡ്വാലെ, കിന്നൗർ, ഗംഗഡ, ഈ പിന്നെ പർവ്വത നിരകളിൽ താമസിക്കുന്ന ആ നിവാസികൾ അവരുടെ സോങ്. ഉന്നെ ഖാനയ്ക്ക് അപ്പനി അപ്പനി വിദ്യാമേ, അവർക്ക് അവരുടേതായ ഒരു രീതിയുണ്ട് പാട്ട് പാടുന്നതിന്, പ്രത്യേക തരത്തിലുള്ള പാട്ടാണ് അവരുടേത്. ഉൻക അലഗ് നാം ഹേ പഹാഡി ഹി പട് ഗയാ ഹേ, അവരുടെ മറ്റൊരു പേരാണ് പഹാഡി എന്നാണ് അവരെ അറിയപ്പെടുന്നത്, ഗിരിനിവാസികൾ. वास्तविक लोकगीत देशों के गाँव और देहातों में है. इनका संबंध देहात की जनता से है. बड़ी जान होती है इनमें. चैता, खजरी, बारहमासा, सावन आदि मिर्ज़ापुर, बनारस और उत्तर प्रदेश के पूर्वी और बिहार के पश्चिमी जिलों में गाए जाते हैं. ഉത്തർപ്രദേശിലെ പൂർവ്വഭാഗത്തും ബീഹാറിൻ്റെ പശ്ചിമ ജില്ലകളിലും മിർസാപൂരിൽ, ബനാറസിലുമൊക്കെ പാടുന്നതാണ് ചൈത്ത, ഗജരി, ബാരഹമാസ, സാവൻ. ഈ പേരായ നാടൻ പാട്ടുകളാണ് ഉത്തർപ്രദേശിലെ പൂർവ്വഭാഗത്തും മിർസാപൂരിലും ബനാറസിലും പിന്നെ ബീഹാറിൻ്റെ പശ്ചിമ ഭാഗങ്ങളിലുമെല്ലാം ആലപിക്കുന്നത്. ബാവുൾ അവർ ഭത്തിയാലി ബംഗാൾ കെ ലോകഗീത് ഹെ, ബംഗാളിലെ പേരുകേട്ട നാടൻ പാട്ടാണ് ബാവുളും ഭത്തിയാലിയും. പഞ്ചാബ് മേ മാഹിയ, പഞ്ചാബിലെ മാഹിയ ആദി ഇസി പ്രകാർ കെ ഹെ. हीर, रामचा, सोहनी, महिवाल संबंधी गीत पंजाबी में और डोला, मारू आदि के गीत राजस्थानी में बड़े चाव से गाए जाते हैं. हीर, रांझ, सोहिनी, महिवाൾ ഇതെല്ലാം പഞ്ചാബിലെ നാടൻ പാട്ടുകളും ഡോല, ഭാരു രാജസ്ഥാനിലെ നാടൻ പാട്ടുകളുമാണ്. इन देहाती गीतों के रचयिता कोरी कल्पना की इतना मान न देकर अपने गीतों के विषय रोजमर्रा के बहते जीवन से लेते हैं, जिससे भी सीधे मर्म को छू लेते हैं. उनके राग भी साधारणता पीलू, सारम, दुर्गा, सावन, सोरठ आदि है. कहरवा, बिरहा, दोबिया आदि देहात में बहुत गाए जाते हैं और बड़ी बड़ी भीड़ आकर्षित करती है. പിന്നെ രാഗങ്ങൾ അതിൻ്റെ സാധാരണ രാഗത്തിലാണ് ഇതെല്ലാം. പിന്നെ അതിൻ്റെ ട്യൂണ് കഹർവ, ബിർഹ, ദോബിയ ഇതെല്ലാം സാധാരണക്കാരുടെ ഒരു നാടൻ പാട്ടുകളാണ്. ഇത് കേൾക്കാൻ ബഡി ഭീണ്ട്, വലിയ ആൾക്കൂട്ടം തന്നെ ഉണ്ടാകും ഇത് പാടുന്ന അവസരങ്ങൾ. അത് കേൾക്കാനായിട്ട് ആളുകൾ ഒരുപാട് കൂടുന്നു. इनकी भाषा के संबंध में कहा जा चुका है कि ये सभी लोकगीत गाँवों और इलाकों के बोलियों से गाए जाते हैं. ഇതിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ഗ്രാമീണ ഭാഷ, അല്ലെങ്കിൽ ഒരു ഏരിയയിലെ അവരുടെ ഭാഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാര രീതിക്ക് ശൈലിക്ക് വ്യത്യാസമുണ്ട്. ആ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ആലാപനവും അതിൻ്റെ രചനയുമെല്ലാം. इसी कारण से बड़े आह्लादकर और आनंददायक होते हैं. राग तो इन गीतों के आकर्षक होते हैं. इनकी समझी जा सकने वाली भाषा भी इनकी सफलता का कारण है. സാധാരണക്കാർക്കത് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന്. അതുകൊണ്ടാണ് അതിൻ്റെ പിന്നെ മൂല്യം കൂടുന്നത്. അതായത് ആൾക്കാരെ കൂടുതൽ ആകർഷിക്കാൻ പറ്റും. സാധാരണക്കാരുടെ ഭാഷയിലുള്ള രചന ആയതുകൊണ്ട് ആൾക്കാർക്ക് കൂടുതൽ ആകർഷണം തോന്നുന്നു. അതാണ് അതിൻ്റെ പിന്നെ മറ്റുള്ളവരുടെ കൂടുതൽ അതിലോട്ട് ആൾക്കാർ ആകർഷിക്കാൻ കാരണവും സാധാരണക്കാരുടെ ഭാഷ ആയതുകൊണ്ടാണ് എന്ന്. भोजपुरी में करीब 30-40 वर्षों में बिंदोसिया का प्रचार हुआ. ഭോജ്പുരി ഭാഷയിൽ ഉള്ളതാണ് ബിന്ദോസിയ. അതിൻ്റെ ഒരുപാട് കാലങ്ങളായി അത് പ്രചാരണത്തിലുള്ളതാണ്. ഗാനെ വാലേക്ക് അനേക സമൂഹിൻ്റെ ഗാത്തെ ഹുയെ ദേഗാന്ത് में मृत्य है. उधर के जिलों में विशेषकर बिहार में बिंदोसिया से बढ़कर दूसरे गाने लोकप्रिय नहीं है. ഈ ഭോജ്പുരി ഭാഷയിലുള്ള ഈ ബിന്ദോസിയ എന്നുള്ള ഈ നാടൻ പാട്ടിൽ ബീഹാറിൽ അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുള്ള നാടൻ പാട്ട്. इन गीतों में अधिकतर रसिकप्रियों और प्रियाओं की बात रहती है. परदेशी प्रेमी की ओर इनके करुणा और विरह का रस बरसता है. ഇതിൽ പറയപ്പെടുന്നത് പ്രേമം, അതായത് പിന്നെ പരസ്പരമുള്ള സ്നേഹത്തെക്കുറിച്ചും അതിനെയൊക്കെയാണ്
ഈ നിന്ദോസിയായ പ്രധാനപ്പെട്ട പ്രതിപാദിച്ചിരിക്കുന്നത്. അത് ആൾക്കാർക്ക് ഒരുപാട് ആകർഷണീയവുമാണ്. जंगल की जदियों आदि को भी दल गीत होते हैं जो अधिकतर बिरहा आदि में गाए जाते हैं. पुरुष एक और स्त्रियां दूसरे और एक दूसरे के जवाब के रूप में दल बांधकर गाते हैं और विशेषण खूमजा देते हैं. അതുപോലെ പിന്നെ ആദിവാസികളുടെ ഇടയ്ക്കും അതായത് സാധാരണക്കാരുടെ ഇടയ്ക്കും പരസ്പരം പുരുഷന്മാർ ഒരു ഗ്രൂപ്പായിട്ടും സ്ത്രീകൾ മറ്റൊരു ഗ്രൂപ്പായിട്ടും തിരിഞ്ഞിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം ഒരു ഏറ്റുമുട്ടുന്ന രീതിയിൽ, അങ്ങനെയെന്ന് വെച്ചാൽ പിന്നെ ഒരാൾ ഒരു ക്വസ്റ്റ്യൻ അവരെ തോപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ മറുപടി പറഞ്ഞ് ആ ഒരു രീതിയിലുള്ള നാടൻ പാട്ടുകളൊക്കെ ഒരുപാട് പ്രചലിതമാണ്. പർ ഇതർ കുച്ച് കാൽസ ഇസ് പ്രകാർക്ക് ദലീയ ഗായൻ ഹാസുവ. പക്ഷേ ഇപ്പോഴൊക്കെ ആയിട്ട് അതിനൊക്കെ ഒരു നഷ്ടം വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന ആൾക്കാർ അതിനു വേണ്ടി തുനിയുന്നില്ല എന്ന്. एक दूसरे प्रकार के बड़े लोकप्रिय गाने वाले अल्हा के ही अधिकृत ये बुंदेलखंडी में गाए जाते हैं. നമ്മൾ കഴിഞ്ഞ നമ്മുടെ ചാപ്റ്റർ 10 ജാൻസിക്ക് റാണിയിൽ പറഞ്ഞത് ബുന്ദേൽഖണ്ഡെ ലോകായകോംനി എന്ന് പറഞ്ഞതല്ലേ, ബുന്ദേൽഖണ്ഡിലെ നാടൻ പാട്ടുകാർ എന്നാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബുന്ദേൽഖണ്ഡിൽ ഒരുപാട് ആ ബുന്ദേൽഖണ്ഡിൽ ഒരുപാട് നാടൻ പാട്ടുകൾ പ്രചാരത്തിലുണ്ട്. आरंभ तो इसके चंदेल राजाओं के राजकवि जागनिक से माना जाता है, जिससे आल्हा ऊदल की वीरता का अपना महाकाव्य में बखाना किया, पर निश्चय ही इसका छंद को लेकर जनबोली में उसका विषय को दूसरे देहांत कवियों ने भी समय समय पर अपने गीतों में उतरा और ये गीत हमारे गाँव में आज भी बहुत प्रेम से गाए जाते हैं. പറയപ്പെടുകയാണ് ചന്ദേല രാജവംശത്തിലെ രാജകവിയായിരുന്ന ജാഗനിക് ആണ് ഇതിൻ്റെ ഒരു സ്ഥാപകൻ എന്ന് പറയുന്നത്. അതായത് ആദ്യമായിട്ട് ഈ ബുന്ദേൽഖണ്ഡിലെ ആ ഗാനം അത് എഴുതിയെന്ന് പറഞ്ഞത് ചന്ദേൽ രാജാവായിരുന്ന ചന്ദേൽ രാജസദസ്സിലെ രാജവംശത്തിലെ രാജകവിയായിരുന്ന ജാഗനിക്. അതിലെ രാജാക്കന്മാരുടെ വിജയവും തോൽവിയും അവരുടെ ധീരതയും ഇതിനെയൊക്കെ എല്ലാം പ്രതിപാദിച്ചിട്ടുള്ള പാട്ടുകളാണ് അദ്ദേഹം കൂടുതലും രചിച്ചിരുന്നത്. അതിനൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ഈണമിട്ടായിരുന്നു ആലപിക്കുന്നതും. ഇനിയും ഗാനെ വാലെ ഗാവ് ഗാവ് ഢോലക് ലിയെ ഗാത്തെ ഫിർത്തെ ഹെ. ഇത് പാടുന്നവരോ ഗ്രാമങ്ങൾ തോറും നടന്ന് ഡോലക്ക് എന്താണ് ഇതിൽ പിക്ചർ തന്നിട്ടുണ്ടല്ലേ, ഈ റൗണ്ടിലുള്ള നിങ്ങൾ കാണുന്നതാണ് ഡോലക്ക്. അത് കൊട്ടിക്കൊണ്ടിട്ട് ഇങ്ങനെ ആൾക്കാർ ഗ്രാമങ്ങൾ തോറും പാടിക്കൊണ്ട് നടക്കും. ഇസിക്ക് സീമ പർ ഉൻ ഗീതോं का भी स्थान है जिन्हें नट रस्सियों पर खेल करते हुए गाते हैं. അതായത് ആ പാടുന്നതിനോടൊപ്പം ഒരു പ്രത്യേക തരത്തിലുള്ള സ്റ്റെപ്പ് ഇട്ടുകൊണ്ട് ഡാൻസും ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ കൂടെ കൂടിയിട്ടാണ് അത് പാടുന്നത്. അധികതർ ये ഗദ്യ പദ്യാത്മക ഹേ और इनके अपने बोल है. കൂടുതലും ഇതൊരു ഗദ്യവും പദ്യവും കൂടെ കൂടിയ രീതിയിലായിട്ടാണ്. അനന്ത സംഖ്യ अपने देश में स्त्रियों के गीत की है. ഈ നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ത്രീകൾ ഒരുപാട് ഇതിൽ പെർഫോം ചെയ്യാറുണ്ട്. ഹേ തോ ഏ ഗീത് ബി ലോകഗീത് ഹി പർ അധികതർ ഇനേം ഔരത്തെ മി ഹി ഗാത്തി ഹെ. സ്ത്രീകളാണിത് കൂടുതൽ പാടുന്നത് തന്നെ. ഇനേം സിർജത്തി ഭി അധികതർ വഹി ഹെ. വൈസെ മർദ് രചന വാലെ യാ ഗാനെ വാലോं की भी कमी नहीं है पर इन गीतों का संबंध विशेषता स्त्रियों से है. ഇതിന് എഴുതുന്ന കവികൾ ഒരുപാടുണ്ട്, പാടുന്നവരുണ്ട്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത് സ്ത്രീകളുമായിട്ടാണ്. इस दृष्टि से भारत इस दिशा में सभी देशों से भिन्न है, क्योंकि संसार के अन्य देशों में स्त्रियों को अपना गीत मर्द या जनगीतों से अलग और भिन्न नहीं है, मिले जुले ही है. ഇത് സ്ത്രീകളുമായിട്ടിത് നന്നായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. त्योहारों पर नदियों में नहाते समय के नहाते जाते हुए राह के विवाह के मड फोर्ट जानतर के संबंधियों के लिए प्रेमयुक्त गली के जन्म आदि सभी अवसरों का अलग अलग गीत है. വിവാഹം, കുഞ്ഞുങ്ങളുണ്ടാവുന്നത്, പ്രത്യേകിച്ചുള്ള ഓരോരോ ഫംഗ്ഷന്, ഓരോ ഉത്സവങ്ങൾ, അതുമാത്രമല്ല നദികളിൽ കുളിക്കാൻ പോകുമ്പോൾ പോലും ഒരുമിച്ച് നടന്നു പോകുന്ന സ്ത്രീകൾ പോലും വിവിധ തരത്തിലുള്ള ആ ഓരോ സമയത്തിന് ആ ഓരോ അവസരത്തിന് അതിൻ്റേതായ രീതിയിലുള്ള നാടൻ പാട്ടുകളും ഉണ്ട്. അതെല്ലാം പാടുന്നതും സ്ത്രീകൾ തന്നെയാണ്. ജോ സ്ത്രീയാം ഹി ഗാത്തി ഹെ. സ്ത്രീകൾ തന്നെയാണത് പാടുന്നതും. ഇൻ അവസരോം പർ കുച്ച് ആജ് സേ ഹി നഹി ഇവിടെ പ്രാചീന കാലസേ വേ ഗാത്തി രഹി ഹെ. ഇന്ന് മാത്രമല്ല, ഇത് പ്രാചീന കാലം തൊട്ട് തന്നെ ഇത് പാടിക്കൊണ്ടിരിക്കുന്നു. महाकवि कालिदास आदि ने भी अपने ग्रंथों में उनके गीत का हवाल दिया है. जोहर, बानी, सेहरा आदि उनके आनंद गानों से में कुछ है. वैसे तो 12 मास पुरुषों के साथ नारियां भी जाती हैं,
മഹാകവി കാളിദാസൻ തൻ്റെ രചനകളിലും ഇതിനെക്കുറിച്ച് തൻ്റെ ഗ്രന്ഥങ്ങളിലും ഈ നാടൻ പാട്ടുകളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. एक विशेष बात यह है कि नारियों के गाने സാധാരണത അകലെ നഹി ഗായ ജാത്തെ ഹെ. ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പാടുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, അവർ ഗ്രൂപ്പായിട്ടിരുന്നാണ് പാടുന്നത്. ദൽ ബാന്ധിക്കർ ഗായ ജാത്തെ ഹെ, അവർ ഗ്രൂപ്പ് തിരിഞ്ഞിരുന്ന് പാടുന്നു. അനേക ഖണ്ഡ് ഏക് സാത്ത് ഫുട്തേ ഹെ, ഒരുപാട് പേര് ഒരുമിച്ചിരുന്ന് പാടുന്നത്. യദ്യപി അധികതർ ഉന്മേ മേൽ നഹി ഹോത്ത, എല്ലാം പരസ്പരം ഒന്നും യോജിച്ചു പോകുന്ന സൗണ്ട് ആയിരിക്കില്ല, പക്ഷേ എങ്കിൽ പോലും അവരെല്ലാവരും അത് ഒരുമിച്ചിരുന്ന് പാടുന്നു. बिर भी त्योहारों और शुभ अवसरों पर वे बहुत ही भले लगते हैं. സൗണ്ടും ട്യൂണും ഒന്നും ഒരേപോലെ ആയിരിക്കില്ല, പക്ഷേ എങ്കിൽ പോലും അവർ ഓരോ ഉത്സവങ്ങൾക്കും അവരുടെ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ നടക്കുമ്പോൾ, വിവാഹം, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടാകുന്നത്, ഇങ്ങനെ സന്തോഷമുള്ള അവസരങ്ങളിലെല്ലാം ഇവർ ഒരുമിച്ചിരുന്ന് പാടുന്നു. സ്ത്രീകൾ, അത് പ്രത്യേകിച്ച് സ്ത്രീകളാണ് അതിങ്ങനെ ഒരുമിച്ച് ഗ്രൂപ്പായിട്ടിരുന്ന് പാടിക്കൊണ്ടിരിക്കുന്നത്. गाँवों और नगरों से गायिकाएं भी होती है जो विवाह, जन्म आदि के अवसरों पर गाने के लिए बुला ली जाती है. അതുപോലെ പിന്നെ ഇത് പാടാനായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകളുമുണ്ട്. അവർ പിന്നെ വിവാഹത്തിൻ്റെ അവസരങ്ങളിൽ, അങ്ങനെ വിശേഷപ്പെട്ട അവസരങ്ങളിലൊക്കെ ഈ വീടുകളിൽ പോയി പാടുന്ന സ്ത്രീകളും ഉണ്ട്. ഹോളി, ബർസാത് കി ഖജരി, സബി ഋതുവോമേ ശ്രീയാം ഉല്ലസിത് ഹോക്കർ ദൽ ബാന്ധകർ ഗാത്തെ ഹെ, എല്ലാ സീസണിലും സന്തോഷമുള്ള എല്ലാ അവസരങ്ങളിലും സ്ത്രീകൾ ഒരുമിച്ചിരുന്ന് പാടുന്നു. പർ ഹോളി, ബർസാത് കി ഗജരി ആദി തോ ഉൻകി അപ്പനി ചീസ്, ഹോളിയും ഇതൊക്കെ അവരുടേതായ ഒരു മേഖലയാണെന്ന് അന്നേരം. ജോ സുൻതേ ഹി ബൻതി ഹെ, പൂരബ് കി ബോലിയോമേ അധികതർ മൈദിൽ, കോഗിൽ, വിദ്യാപതി കെ ഗീത് ഗായ ജാത്തെ ഹെ. പൂർവ്വ മേഖലകളിലൊക്കെ മൈഥിലി, കോഗിലെ, വിദ്യാപതിയുടെയൊക്കെ പാട്ടുകളാണ് കൂടുതൽ പാടുന്നത്. पर सारे देश के काश्मीर से कन्याकुमारी, केरल तक और कतियावाद, गुजरात, राजस्थान से उड़ीसा, आंध्र तक अपने अपने विद्यापति हैं. ഓരോ സ്ഥലത്തും, അതായത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും കത്തിയാവാദ്, ഗുജറാത്ത് തൊട്ട് ഒഡീസ, ആന്ധ്ര വരെയും എല്ലാം ഓരോ സ്ഥലത്തും അവരുടേതായ മേഖലകളിൽ മെയിനായിട്ട് പാടുന്ന ഓരോ പിന്നെ രചയിതാക്കളും എല്ലാം ഉണ്ട്. എല്ലാവർക്കും അവരവരുടെ ആ പാട്ട് എന്നുള്ളത് അത് അവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. സ്ത്രീ ആ ഡോലക്കി മദസ്യ ഗാത്തി ഹെ, സ്ത്രീകൾ ഡോലക്കിൻ്റെ സഹായത്തോടുകൂടി പാടുന്നു. അധികതർ ഉൻകെ ഖാനയ്ക്ക് സാത്ത് നാച്ച് കാ ഭി ഫൂട്ട് ഹോത്താ ഹെ, കൂടുതൽ പേരും പാടുന്നതിനോടൊപ്പം നൃത്തവും ചെയ്യാറുണ്ട്. ഗുജറാത്ത് കാ ഏക് പ്രകാർ കാ ദലീയ ഗായൻ ഗർബ ഹെ, ഗുജറാത്തിലെ ഫേമസ് ആയിട്ടുള്ളൊരു കലാരൂപമാണ് ഗർഭ. ഹേ ജിസെ വിശേഷ വിധിസെ ഖേരമേ ഘൂമു ഘൂമുക്കർ ഔരത്തെയും ഗാത്തി ഹെ, അത് അതിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള വേഷവിധാനം എല്ലാം ഉണ്ട്. ഇതെല്ലാം സ്ത്രീകൾ വട്ടം കൂടിയിരുന്നത് പാടുന്നു. അത് നൃത്തവും ഗർഭ നൃത്തമാണ്, അതിനൊപ്പം പാട്ട് പാടി നൃത്തം ചെയ്യുന്നതാണ്. साथ ही लकड़ियों भी बजाती जाती है जो बाज के काम करती है, കോല് കൊണ്ടടിച്ച്, അതായത് കോലടിച്ചിട്ടുള്ള പാട്ട്. ഇസ്മേ നാച്ച ഗാന സാത്ത് ചലത്തെ ഹെ, ഇതിന് നൃത്തവും പാട്ടും ഒപ്പമാണ് പോകുന്നത് ഗർഭ നൃത്തത്തിൽ. വസ്തുത എഹ് നാച്ച് രഹി ഹെ, നാച്ച് ഹി ഹെ, ഇത് ശരിക്കും പറഞ്ഞ ഒരു നൃത്തരൂപം തന്നെയാണ്. സബി പ്രാന്തോമേ എഹ് ലോകപ്രിയ ഹോ ചലാ ഹെ, ഇതെല്ലായിടത്തും ഫേമസ് ആണ്. इसी प्रकार होली के अवसरों पर ब्रज में रजिया चलता है जिसे दल के दल लोग गाते हैं. स्त्रियाँ विशेष तौर पर ബ്രജ സീസണിൽ റസിയ എന്നു പേരായിട്ടുള്ള ഒരു കലാരൂപം അതും ഉണ്ടാവുന്നു. गाँव के गीत के वास्तव में आनंद प्रकार है. जीवन यहाँ इटला इटला कर लहराता है, वहाँ भला आनंद के स्रोतों की कमी हो सकती है. उद्धाम जीवन के ही वहाँ के आनंद संज्ञ गानपതി है. ഏത് സന്തോഷകരമായിട്ടുള്ള അവസരത്തിലും ഉത്സവങ്ങളിലും എല്ലാം ഈ നാടൻ പാട്ടുകൾക്ക് അതിൻ്റേതായ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അത് മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സ്വീകാര്യതയൊക്കെ ഒരുപാട് കുറഞ്ഞു വരുന്നുണ്ട്. ആൾക്കാർ ഇങ്ങനെയുള്ള കൂടുന്നത് പിന്നെ വിവാഹ അവസരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരുപാട് ദിവസങ്ങളുള്ള വിവാഹ അവസരങ്ങളിലൊക്കെ പല തരത്തിലുള്ള പാട്ടുകൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ അതിനെല്ലാം ഒരു കുറവ് വന്നിട്ടുണ്ട്. എങ്കിലും ഇതെല്ലാത്തിനും അതിൻ്റേതായ ഒരു സ്ഥാനം ഇപ്പോഴും ഉണ്ടെന്ന് സാരം. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ഓക്കെ, read the chapter very carefully. Other activity I will give throughout our WhatsApp class. Okay, thank you. Have a nice day.